പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പുന്നപ്ര ഗവൺമെന്റ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുന്ന CPM-ന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ, അദ്ദേഹത്തിന്റെ പത്നി എന്നിവരുടെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ശുചിമുറിയിൽ വീണ് കാലിന് പരിക്കേറ്റ് ശസ്ത്രക്രിയ കഴിഞ്ഞ ജി സുധാകരൻ വോക്കറിലാണ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള പ്രായമായത് മുതൽ ഇതുവരെ ഒറ്റ തവണ പോലും അദ്ദേഹം വോട്ട് ചെയ്യുന്നത് മുടക്കിയിട്ടില്ല. ഇത്തവണയും അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നു. പുന്നപ്ര ഗവൺമെന്റ് സ്കൂളിൽ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായുണ്ട്. അശ്വിൻ പറയൂ. GK അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ജൂബിലി ടീച്ചർക്കൊപ്പമാണ് അദ്ദേഹം ഈ ബൂത്തിലേക്ക് എത്തിയത്. GK സൂചിപ്പിച്ചതുപോലെ ഈ വോട്ട് ഇന്നേ വരെ പാഴാക്കാത്ത ഒരു ആൾ കൂടിയാണ്. ഇത്തവണ 2 മാസമാണ് ഡോക്ടർമാർ ഈ കാലിലെ പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വിശ്രമം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പാർട്ടി വേദികളിലടക്കം ഉണ്ടായിരുന്നു. പാർട്ടി ജില്ലാ നേതൃത്വമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസത്തിലൊക്കെ ആയിരുന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കാലത്തോടടുത്ത് പാർട്ടി തന്നെ അത് ഇടപെട്ട് പരിഹരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാർട്ടി വേദികളിൽ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ജില്ലാ നേതൃത്വമൊക്കെ നടത്തിയതാണ്. പക്ഷേ ആ സമയത്താണ് അപ്രതീക്ഷിതമായി വീട്ടിൽ അദ്ദേഹത്തിന് വീണ് പരിക്കേൽക്കുന്നതും നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതും 2 മാസത്തെ വിശ്രമം ഡോക്ടേഴ്സ് നൽകിയതും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അദ്ദേഹം നടക്കുന്നത് പോലും വളരെ പ്രയാസപ്പെട്ടാണ്. ഈ വോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഡോക്ടേഴ്സിനെ അറിയിച്ചപ്പോൾ അതീവ ശ്രദ്ധ വേണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഡോക്ടേഴ്സ് നൽകിയത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അതായത് കാല് നിലത്ത് കുത്തിയാൽ അത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. 2 ശസ്ത്രക്രിയകളാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ നടന്നത്. അതുകൊണ്ട് തന്നെ വോക്കറിൻ്റെ സഹായത്തോടെ അത് ആ കാല് വലതുകാൽ ഒരു തരി പോലും നിലത്ത് മുട്ടാതെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം ഈ ബൂത്തിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ തിരികെ വീട്ടിലേക്ക് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഈ ബൂത്തുള്ളത്. സ്വാഭാവികമായും ഈ ഇലക്ഷൻ നടപടിക്രമങ്ങളുടെ ഭാഗമായി, ചട്ടങ്ങളുടെ ഭാഗമായി ഇതിന് സമീപത്ത് വെച്ച് നമുക്ക് പ്രതികരണം തേടാനാവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം എത്തിയിരുന്നില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണവും ഇക്കാലം അത്രയും അപകടത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിനുശേഷം അപകടത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് ഈ വോട്ട് രേഖപ്പെടുത്താണ് ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ വേണ്ടിയാണ്. ഇനി എന്തായാലും അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. പുന്നപ്ര അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തുള്ള VS അച്യുതാനന്ദനൊക്കെ മുൻകാലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്ന പുന്നപ്ര ഗവൺമെൻറ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം ബൂത്തിൽ നിന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. GK. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. പുന്നപ്ര ഗവൺമെന്റ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CPM-ന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ, അദ്ദേഹത്തിന്റെ പത്നി എന്നിവർ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടില്ലാത്ത പൊതുപ്രവർത്തകരും നേതാവുമാണ് ജി സുധാകരൻ. അദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും അതിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വോക്കറിലാണ് ഈ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയത്. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വീടിനടുത്ത് തന്നെയാണ് ഈ പുന്നപ്ര ഗവൺമെന്റ് സ്കൂള്, ഈ പോളിംഗ് ബൂത്ത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വീട്ടിലെത്തി പ്രതികരിക്കും എന്നാണ് നമുക്ക് അശ്വിൻ പാലാഴി നൽകുന്ന വിവരം. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.